നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. Flexi Electronics and Home Appliances. Flexi. Life easy. ബാർകോഴ കേസിലെ നിയമോപദേശം വിവാദത്തിൽ വിജിലൻസ് നിയമോപദേശം തേടിയ നാഗേശ്വർ റാവു ബാർ ഉടമകളുടെ അഭിഭാഷകൻ. അന്വേഷണ റിപ്പോർട്ട് വന്നാൽ കോടതിയിൽ പോരാടുമെന്ന് BS. രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങി ബലികഴിച്ചിരിക്കുകയാണ്. അരുവിക്കരയിൽ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. വിജയപ്രതീക്ഷ വിടാതെ BJP. പെരുന്നയിൽ നിന്ന് സുരേഷ് ഗോപിയെ ഇറക്കിവിട്ടതിനെതിരെ പ്രതിഷേധം ശക്തം. ശുദ്ധ തോന്നിയാസമെന്ന് പ്രിയദർശൻ. കയറി ചെന്നത് സുകുമാരൻ നായരുടെ അച്ചുവീട്ടിലേക്കല്ലെന്ന് അനൂപ് ചന്ദ്രൻ. പ്രതികരിക്കാനില്ലെന്ന് ഇന്നസെന്റ്. നേതൃത്വത്തെ തിരുത്തേണ്ടത് ആവശ്യമെന്ന് സുരേഷ് ഗോപി. BJP കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി അദ്വാനി വീണ്ടും രംഗത്ത്. രാഷ്ട്രീയത്തിൽ വിശ്വാസ്യതയ്ക്കാണ് പ്രാധാന്യം. ആരോപണം ഉയർന്നപ്പോൾ താൻ രാജിവെച്ചിരുന്നു. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ആരും മറക്കരുത്. നരേന്ദ്രമോദിക്കുള്ള താക്കീതെന്ന് കോൺഗ്രസ്. കോഴിക്കോട് പേരാമ്പ്രയിൽ തൊഴിലുറപ്പ് പദ്ധതിയിലും ജാതി വിവേചനം. പട്ടികജാതിക്കാർക്ക് വേണ്ടി പഞ്ചായത്ത് പ്രത്യേക തൊഴിൽ ഗ്രൂപ്പുണ്ടാക്കി. ദളിത് കോളനികളിൽ മാത്രം ജോലി നാക്കിയാൽ മതിയെന്നും നിർദ്ദേശം. അന്വേഷണം നടത്തുമെന്ന് MK മുനീർ. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗതി വീണ്ടും പൊതുവേദിയിൽ. സംഘാടകരെ അമ്പരപ്പിച്ച മകൾ ശ്രീലക്ഷ്മി വേദിയിലേക്ക് തള്ളിക്കയറി. 3 വർഷമായി ഞാൻ എൻ്റെ പപ്പയെ കണ്ടിട്ട്. അപ്പൊ എന്തായാലും പപ്പയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം എന്ന്. നേരെ സ്റ്റേജിൽ കയറി പറഞ്ഞു. പപ്പയും വളരെയധികം ഹാപ്പിയാണ്. അച്ഛൻ തന്നെ തിരിച്ചറിഞ്ഞുവെന്ന് ശ്രീലക്ഷ്മി. സുരേഷ് ഗോപിയെ അപമാനിച്ച NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സിനിമാ മേഖലയിൽ നിന്ന് പ്രിയദർശൻ, സുരേഷ് കുമാർ, രാജീവ് നാഥ്, അനൂപ് ചന്ദ്രൻ തുടങ്ങിയവർ സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. NSS ജനറൽ സെക്രട്ടറിയുടെ നടപടി കേരളത്തിനാകെ അപമാനകരമാണെന്ന് BJPയും കുറ്റപ്പെടുത്തി. അതേസമയം NSS നേതൃത്വത്തിൽ തിരുത്തൽ ആവശ്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എന്നാൽ ഈ വിവാദത്തോട് പ്രതികരിക്കാനില്ലെന്ന് അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് വ്യക്തമാക്കി. സുരേഷ് ഗോപി അപമാനിച്ച NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നടപടി ശുദ്ധ തോന്നിയവാസമാണെന്ന് സിനിമാ സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലല്ലല്ലോ സുരേഷ് ഗോപി കയറി ചെന്നത്. ന്യായമാരായ ആളുകൾക്ക് എല്ലാവർക്കും ഒരേ അധികാരം, ഒരേ അവകാശമുള്ള സ്ഥലമാണ്. അന്തസ്സായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അതും സുരേഷിനെ പോലുള്ള ഒരു സെലിബ്രിറ്റിയോട്. അത് ചെയ്യാതെ ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയവാസം എന്നാണ് പറയേണ്ടത്. NSS ആസ്ഥാനത്ത് ചെല്ലുന്നവരോട് ധാർഷ്ട്യം നിറഞ്ഞ സമീപനം പാടില്ലെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. സ്ഥിരമായിട്ട് അവിടെ ചെല്ലുന്നവരോട് അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമായിട്ടുള്ള ഒരു സമീപനം ശരിയല്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു രീതി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ മാറ്റം തന്നെ വേണം. അത് അങ്ങനെ ഇപ്പം ഒരാൾ തന്നെ അവിടെ അള്ളിപ്പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, മാറണം. സുകുമാരൻ നായർ സുരേഷ് ഗോപിയോട് രോഷാകുലനായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജീവ് നാഥ് വ്യക്തമാക്കി. സാധാരണയിൽ അങ്ങനെ പാടില്ലാത്ത രണ്ടുപേരും കുറ്റമുണ്ട്. സുരേഷ് ഗോപി കയറി ചെന്നത് സുകുമാരൻ നായരുടെ അച്ചുവീട്ടിലേക്കല്ലെന്ന് സിനിമാ താരം അനൂപ് ചന്ദ്രൻ തുറന്നടിച്ചു. അവസാനത്തെ നായരുടെ കോണകവും പിഴിഞ്ഞ് വെള്ളം കുടിക്കാനിരിക്കുന്ന അങ്ങേര് NSS എന്താ പുള്ളിയുടെ അച്ചി വീടോ? എനിക്ക് മനസ്സിലായില്ല. NSSഉം മന്നത്തു പത്മനാഭനും ആരുടെയും കുടുംബസ്വത്തല്ലെന്നായിരുന്നു BJPയുടെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിന് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. സുകുമാരൻ നായർ കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണെന്നും BJP ആരോപിച്ചു. PJ കുര്യനും KM മാണിക്കും ഒക്കെ അടുക്കള വരെ പോവാം. സുരേഷ് ഗോപിക്ക് പൂമുഖത്ത് പോലും പോകാൻ പാടില്ല എന്നുള്ളൊരു സമീപനം ഉണ്ടല്ലോ. ശരിയായില്ല എന്നാണ് ഞങ്ങളുടെ നില. എല്ലാവർക്കും പെരുന്നയിൽ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എൻ്റെ സമുദായത്തിലെ അംഗങ്ങൾ വിചാരിക്കണം ഇതിനൊരു കറക്ഷണറി സ്റ്റെപ്പ് ഉണ്ടാവും. ഇതിപ്പോൾ ആദ്യത്തേതല്ലല്ലോ, അത് വേണം. ഞാനിപ്പോഴും ആ കസേരയെ ബഹുമാനിക്കുന്ന ആളാണ്. താരസംഘടനയായ അമ്മയോട് ചോദിച്ചല്ല സുരേഷ് ഗോപി പെരുന്നയിൽ പോയതെന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ തനിക്കൊന്നും പറയാനില്ലെന്നുമായിരുന്നു പ്രസിഡന്റ് ഇന്നസെന്റ് MPയുടെ പ്രതികരണം. ഇവിടെ പറഞ്ഞിട്ടല്ല പോയത്. ഇവിടെ പറഞ്ഞെങ്കിൽ ഞാൻ അതിന് എന്തെങ്കിലും പ്രതികരിക്കാം. ഞാൻ ഈ TV-യിലും പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടതുപോലെ കണ്ടു, ഇത്രയേ ഉള്ളൂ. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ നമ്മോടൊപ്പം നിർമ്മാതാവ് സുരേഷ് കുമാർ, ജോർജ് കുര്യൻ BJP നേതാവ്, R ബാലകൃഷ്ണപിള്ള, മേജർ രവി, രാമൻ നായർ, പ്രിയദർശൻ, MP രാജേഷ്, പാലോട് രവി തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ സുരേഷ് കുമാർ, ഇലക്ഷൻ ദിവസം NSS BJPക്കൊപ്പമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി സുരേഷ് കുമാറിലേക്ക് മടങ്ങിയെത്താം. ആദ്യം ശ്രീ R ബാലകൃഷ്ണപിള്ള, താങ്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്ത് സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചത്? ഇത് നികേഷേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. പ്രിയന്തന്റെ, എനിക്ക് വളരെ അടുപ്പമുള്ളവരായി സംസാരിക്കുന്നത്, പ്രിയന്തന്റെ കാര്യം അറിയാതാണ് പ്രിയം പറഞ്ഞത്. ഇവിടെ സുരേഷ് ഗോപി അവിടെ കയറ്റാതിരുന്നില്ല. NSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം സമുദാചാര്യൻ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അവിടെ പ്രവേശിക്കാനോ പുഷ്പാർച്ചന നടത്താനോ ആ സമയത്ത് തുറന്നിടാത്ത
സമാധി മണ്ഡപം തുറന്നു കൊടുത്ത് സുരേഷ് ഗോപി കൊണ്ടിടിച്ചാണ്. നമ്മൾ വസ്തുതയായിട്ട് കാണണം. 59 കൊല്ലമായി പൊതുയോഗങ്ങളിൽ തുടർച്ചയായി ഒരു ബ്രേക്ക് ഇല്ലാതെ സംബന്ധിക്കുന്നത്. അവിടെ ചില ചിട്ടകളുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഡയറക്ടറോട് മുമ്പ് അല്ലെങ്കിൽ ഞാൻ NSSന്റെ പ്രതി, എന്റെ കൂടെ വരുന്ന ആളുകൾക്ക് പോലും അതിനകത്ത് കയറാൻ ഒക്കില്ല. യൂണിയൻ വൈസ് പ്രസിഡന്റ് വന്നാൽ അവിടെ കയറിക്കൂടാ. കാരണം എന്ന് വെച്ചാൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് മെമ്പർ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിനിധി അല്ലെങ്കിൽ കയറാൻ പാടില്ല. അതാണ് നിയമം. പ്രസ്ഥാനത്തിന്റെ സമുദായ സംഘടനയുടെ സാമൂഹ്യ സംഘടനയാണ്. BJP ഒന്നും ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് സുഹൃത്താരോട് ചോദിക്കണം, എനിക്കറിയില്ല. പക്ഷെ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയല്ലേ അങ്ങനത്തെ ആള് കയറി ചെന്നാൽ. ദയവായി തുടരണം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ഈ ചർച്ചയിൽ താങ്കൾ അനിവാര്യമാണ്. ശ്രീ സുരേഷ് കുമാർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇലക്ഷൻ ദിവസം, പണ്ട് നെയ്യാറ്റിൻകര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം KK രമയുടെ വീട്ടിൽ VS അച്യുതാനന്ദൻ പോവുകയും അവിടെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ആ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ നെയ്യാറ്റിൻകരയിൽ CPMനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിച്ചത് എന്നാണ് ആ പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ. സമാനമായ വിധത്തിൽ NSS അല്ലെങ്കിൽ നായർ സമുദായം കൂടുതലുള്ള അരുവിക്കരയിൽ NSS BJPയോടൊപ്പമാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി സുരേഷ് ഗോപി NSSൻ്റെ ആസ്ഥാനത്ത് ചെന്ന് അവിടെ ഒരു ഷോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആ ഷോ ഇവിടെ വേണ്ട എന്നു മാത്രമാണ് സുകുമാരൻ നായർ പറഞ്ഞതെന്നാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പോലും ഇപ്പോൾ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്നയാളെന്നുള്ള നിലയിൽ. അതായത് എനിക്ക് പറയാനുള്ളത്, സുരേഷ് ഗോപി ഒരു ഷോ കാണിക്കാൻ പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ സുരേഷ് ഗോപിക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല. സുരേഷ് ഗോപിയുടെ പിറന്നാളിന് വാഴപ്പള്ളിയിൽ അവിടെ അമ്പലത്തിൽ പോയിട്ട് നേരെ അവിടെ പുഷ്പാർച്ചന നടത്താൻ പോയി. അത് കഴിഞ്ഞിട്ട് ഒരാൾ സുരേഷ് ഗോപിയെ വിളിച്ചുകൊണ്ട് പോയി. സുരേഷ് ഗോപി പറയുകയും ചെയ്തു, അവിടെ മീറ്റിംഗ് നടക്കുകയല്ലേ, ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ജനറൽ സെക്രട്ടറി ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ, ഇവിടെ വരെ വന്നതല്ലേ എന്ന് ചോദിച്ചാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. വിളിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ അവിടെ ചെല്ലുമ്പോൾ, ശരി, നേരത്തെ ബാലകൃഷ്ണപിള്ള സാറ് പറഞ്ഞ പോലെ അവിടെ കയറാൻ പാടില്ലായിരിക്കാം, പക്ഷേ ഇങ്ങനൊരു അബദ്ധം കാണിച്ച ഒരാളെ കാര്യം മനസ്സിലാക്കി പറഞ്ഞു വിടുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടെ തന്നെ ഷോ വേണ്ട എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ആ കാര്യത്തിൽ താങ്കൾക്ക് കുറച്ചുകൂടി വ്യക്തത നൽകാനാകും എന്ന് വിചാരിക്കുന്നു. അതായത് ഇത് പ്രതിനിധി സഭ നടക്കുന്ന സമയത്തല്ല, മന്നത്ത് പത്മനാഭൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഒരു പ്രതിനിധി സഭാംഗം സുരേഷ് ഗോപിയെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ സുരേഷ് ഗോപിയോട് പറയുന്നത്, ഇനി ഇവിടെ വന്നിട്ട് അവിടെ വന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഇനി ഭാവിയിൽ ഉണ്ടായാലോ. നേരത്തെ ശ്രീ VM സുധീരൻ അങ്ങനെ പറ്റിയതാണ്. അവിടെ ചെന്നിട്ട് ജനറൽ സെക്രട്ടറിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഇതേ ജനറൽ സെക്രട്ടറി തന്നെയാണ് എന്നെ VM സുധീരൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് വലിയ തോതിൽ വിഷയമുണ്ടാക്കിയത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരാൾ പറഞ്ഞപ്പോൾ അവിടെ ബ്രേക്ക് ടൈമിൽ സുരേഷ് ഗോപി ഒന്ന് അങ്ങോട്ട് ചെന്നൊന്ന് കൈ കൊടുക്കാൻ ശ്രമിച്ചു. അവിടെ വീഡിയോ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു ഷോ കാണിക്കാൻ. അതായത് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ, അപ്പം ഞാൻ 59 കൊല്ലമായി NSSന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളാ. പക്ഷെ ഒരു സ്ഥാനത്തിനും പോകത്തില്ല, ഇനിയും ഒരു സ്ഥാനത്തിനും പോകില്ല, അത് വേറെ കാര്യം. പക്ഷെ അവിടെ ചില ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ലോകം മുഴുവൻ ആരാധിക്കുന്ന ആചാര്യനാണ്, ശ്രീ മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിന്റെ മുകളിൽ ആളുണ്ടെങ്കിൽ ചട്ടമ്പിസ്വാമികളേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ഓരോ താലൂക്കുകളിൽ നിന്നും കരയോഗങ്ങളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലം. അവർ കാപ്പ് കുടിക്കാൻ പോയപ്പോഴാണെന്ന് എനിക്കറിയില്ല, കാപ്പ് കുടി കഴിഞ്ഞതിന് ശേഷമാണെന്നാണ് എൻ്റെ അറിവ്. അത് കാപ്പ് കുടിക്കുകയാണെങ്കിലും നിയമസഭാ മന്ദിരത്തിലോ പാർലമെന്റ് മന്ദിരത്തിലോ വെളിയിൽ ഒരാൾക്ക് കയറി വരാൻ പറ്റുമോ? ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ നികേഷ്? നിയമസഭാ മന്ദിരവും പാർലമെന്റ് മന്ദിരവും പോലെയാണോ ഇത്? അതെ, അത്രമാത്രം പവിത്രമായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. എന്നെ ആരും ഇറക്കി വിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞതാണ്. എനിക്ക് സുരേഷ് ഗോപി കൊച്ചായിരിക്കുന്ന കാലത്ത് അറിയാം, എനിക്ക് അവരെല്ലാം നമ്മുടെ അടുത്താളുള്ള. പക്ഷെ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചതാ. ആര് തെറ്റിദ്ധരിച്ചു എന്ന് പ്രിയനോ അല്ലെങ്കിൽ സുരേഷിനോ അറിയാമോ എന്ന് എനിക്കറിയില്ല. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സിനിമാ സീരിയൽ നടനാണ് ഇത് ചെയ്തത്. അത് പേരൊക്കെ നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ശ്രീ ജോർജ് കുര്യൻ, രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായിരുന്നു സുരേഷ് ഗോപിയിൽ നിങ്ങൾ നിക്ഷിപ്തമാക്കിയ കാര്യം? സുരേഷ് ഗോപിയെ കൊണ്ട് എന്തായിരുന്നു ഇന്നലെ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞങ്ങൾ സുരേഷ് ഗോപിയെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നില്ല. വേറൊന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അബദ്ധവും അഹന്തയും തമ്മിൽ ഉണ്ടായ ഒരു വിഷയമാണിത്. അബദ്ധമാണെന്ന് സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞു, അഹന്തയാണെന്ന് അഹന്ത കാണിച്ചയാൾ തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഷോ കാണിക്കണ്ട എന്ന് പറയുന്ന അവസരത്തിൽ അബദ്ധം പറ്റിയതാണ് എന്ന് പറയുമ്പോഴെങ്കിലും അത് മനസ്സിലാക്കണ്ടേ. അതിനുശേഷം VS രമയുടെ അടുത്ത് പോയതുപോലെയാണ് ഇവിടെ വന്നത്, അതിവിടെ നടക്കില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ.
ഈ ഇവിടുത്തെ സാമുദായിക സംഘടനകൾ എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സന്ദേശവാഹകരാണ്, വെറും ജാതി സംഘടനകളല്ല. അതുകൊണ്ടാണ് മറ്റു സമുദായങ്ങളും മറ്റു മതക്കാരും ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇതിനെ ബഹുമാനിക്കുന്നത്. അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം മാത്രമാണ് വലുത്, അദ്ദേഹം മാത്രമാണ് ശരി എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ എം പി രാജേഷ് എം പി സുരേഷ് ഗോപി ഇന്നലെ പെരുന്നയിൽ പോയ കാര്യവും അപമാനിതനായതും ഒക്കെ അറിയാമല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ എം പി രാജേഷിൻ്റെയും സി പി എമ്മിൻ്റെയും നിലപാട്? സി പി എം ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ക്ഷണിക്കാത്ത സ്ഥലത്ത് കയറി ചെന്നാൽ അവിടെ നിന്ന് പോകണം എന്ന് പറയുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവരുടെ പ്രതിനിധി സഭാ യോഗം അവിടെ നടക്കുകയാണ്. ആ യോഗത്തിൽ അംഗമല്ലാത്ത ഒരാൾ അവിടെ കയറി ചെല്ലുന്നത് അനൗചിത്യമാണ്. ഇപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ അവിടെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരാൾ കയറി വന്നാൽ അവിടെ ഇരിക്കാനാവില്ല. അതുപോലെ തന്നെയാണ് നിയമസഭ നടക്കുന്ന സമയത്ത് നിയമസഭാ അംഗമല്ലാത്ത ഒരാൾക്ക് അവിടെ കയറി ഇരിക്കാനാവില്ല. മേജർ രവി, കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോയി നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് എത്താം. ശ്രീ മേജർ രവി, സുരേഷ് ഗോപിക്ക് ഇന്നലെ വലിയ തോതിലുള്ള എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്നാണ് ആദ്യം സംസാരിച്ചത് റിപ്പോർട്ടർ ടെലിവിഷനാണ്. റിപ്പോർട്ടർ ടെലിവിഷനോട് ആ ഘട്ടത്തിൽ തന്നെ സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി എന്നാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സുരേഷ് ഗോപി അവിടെ ചെല്ലാൻ പാടില്ലായിരുന്നു ആ സമയത്ത്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറയുന്നു പ്രതിനിധി സഭ ഇന്ത്യൻ പാർലമെൻറ്റ് പോലെയും നിയമസഭ പോലെയും തന്നെയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ 40 വർഷം കേരള നിയമസഭയിൽ 40 വർഷം അംഗമായ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ ഒരു കാര്യം പറയാനുണ്ട്. അതിൻ്റെ ഇടവേളയിൽ അവിടെ കയറി ചെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിലും ആർ ബാലകൃഷ്ണപിള്ള അംഗമായിരുന്നു, അവിടെ കയറി ചെല്ലാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ പ്രതിനിധി സഭയിലും കയറാൻ പാടില്ലായിരുന്നു, അബദ്ധമാണ് കാണിച്ചത്. അപ്പോൾ സുകുമാരൻ നായരെ പോലെ സുരേഷ് ഗോപിയേക്കാൾ പ്രായമുള്ള ഒരാൾ ഇവിടെ ഷോ ഒന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് ആട്ടിവിടും. ഞാൻ ഇന്നലെയും നികേഷിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതിപ്പം ഇവിടെ സുരേന്ദ്രനെ മറ്റാണെന്ന് പറഞ്ഞ ആ കറക്റ്റ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന് അറിയാതെ പോയി പെട്ടു, ഞാൻ അവിടെ പോയി. രണ്ടാമത്തത് അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ താനത് തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയതാണെന്നുള്ളതോ തിരുത്തി പറയാതെ ഇപ്പോഴും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ മിസ്റ്റർ ബാലകൃഷ്ണപിള്ളയെല്ലാം പറയുന്ന ഒരു സംഭവമുണ്ട്, ഇതൊരു പാർലമെന്റ് ആണ്, എല്ലാം പാർലമെന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഓരോരോ സമുദായങ്ങളും സമുദായത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന നേതാക്കന്മാര് ഇത് പാർലമെന്റാണ്, ഇതിനകത്ത് നിങ്ങൾ ആരെങ്കിലും കേൾക്കാൻ പാടില്ല, ഇതെന്തോ അമേരിക്കയിലുള്ള ഡീൽ നടക്കുന്ന സംസാരമാണ്, സീക്രട്ട് ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. അതിനിടയിൽ സുരേഷ് ഗോപി കയറി ചെന്നു. ഇത് ഇത്ര വലിയൊരു വിവാദമാക്കേണ്ട കാര്യം എന്തുണ്ട്? സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിക്കും ഈ സമൂഹത്തിനകത്തൊരു സ്റ്റാൻഡിംഗ് ഉണ്ട്. ആ സ്റ്റാൻഡിംഗ് ഉള്ള വ്യക്തിക്ക് പോലും, അതേ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആ വ്യക്തിക്ക് പോലും ഇവര് അംഗീകാരം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് അഹങ്കാരം തന്നെയല്ലേ? ശ്രീ സുരേഷ് കുമാർ, പ്രധാനപ്പെട്ട വിഷയം ആർ ബാലകൃഷ്ണപിള്ള വരുന്ന പ്രസക്തമാകുന്നത് അവിടെയാണ്. ഇവിടെ സുരേഷ് ഗോപി എന്നോ അല്ലെങ്കിൽ സുരേഷ് കുമാർ എന്നോ ഒന്നൊന്നുമില്ല. അവിടെ അവരുടെ ഒരു ജനപ്രതിനിധി സഭ ബജറ്റ് അവതരണം ഇത് നടക്കുകയാണ്. ആ ഘട്ടത്തിൽ ഒരാൾ കയറി വരുന്നത് ഇന്നയാളാണ് എന്നില്ല. മോഹൻലാൽ വന്നപ്പോൾ പോലും ഈ സുകുമാരൻ നായർ പറഞ്ഞത് എന്താണ്? മോഹൻലാലിനെ കാണാനൊന്നുമല്ല ആൾ വരുന്നത്, NSSൻ്റെ യോഗത്തിൽ വരുന്നു. മോഹൻലാൽ ഇവിടെ വന്നത് 3 പവൻ സ്വർണ്ണപ്പതക്കം മെഡലേറ്റ് വാങ്ങാൻ വേണ്ടിയാണ്. അല്ലാതെ ഈ ആൾക്കൂട്ടം മോഹൻലാലിനെ കണ്ട് വന്നതല്ല എന്ന് പറയാനുള്ള, അത് നിങ്ങൾ ധാർഷ്ട്യമെന്നോ അല്ലെങ്കിൽ അഹങ്കാരമെന്നോ ഒക്കെ പറയുമായിരിക്കും. പക്ഷെ അത് ചങ്കൂറ്റമാണെന്ന് പറയുന്നവരും ഉണ്ടാവും NSSൽ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് നേരത്തെ പറഞ്ഞു, പവിത്രമായ സ്ഥലമാണ്. തീർച്ചയായിട്ടും മന്നത്ത് ശ്രീ ആചാര്യൻ്റെ ആ സ്ഥലം പവിത്രമായ ഒരു സ്ഥലമാണ്. അവിടെ ഇരിക്കുന്നവർക്ക് പവിത്രത വേണം, അത് അവരുടെ സംസാരത്തിൽ പവിത്രത വേണം. അതാണ് ഇവിടെ ഇല്ലാതായിപ്പോയത്. ബാലകൃഷ്ണപിള്ള സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെങ്കിൽ ബാലകൃഷ്ണപിള്ള സാറ് സുരേഷ് ഗോപി അവിടെ ഇരുത്തി ഒരു ചായയും കൂടെ കൊടുത്ത് വിട്ടേനെ. അദ്ദേഹം ഇല്ലെന്ന് പറയട്ടെ. ബാലകൃഷ്ണപിള്ള സാറായിരുന്നു അവിടെ ആ സ്ഥാനത്തെങ്കിൽ ഒരു ചായയും കുടിച്ച് സുരേഷ് പറഞ്ഞു വിടാം. അങ്ങനെ ചെയ്യാം, അതിനൊരു മര്യാദയുണ്ട്. അല്ല, അതിനൊരു മര്യാദയുടെ ഭാഷയുണ്ട്. മോഹൻലാലിൻ്റെ കൂടെ ഞാൻ പോയതാണ് അവിടെ. മോഹൻലാലിനെ കൊണ്ട് ഞാനാണ് അവിടെ പോയത്. അവിടെ തിക്കും തിരത്തും കാരണം എനിക്കകത്ത് കയറാൻ പറ്റാതായിപ്പോയി മോഹൻലാലിൻ്റെ.
അപ്പോൾ ഈ ആൾക്കാരെ അവിടെ വിളിച്ചു വരുത്തുകയും പിന്നെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ശരിയായിട്ടുള്ള കാര്യമല്ല. മോഹൻലാലിന് ഈ വർഷം ആദ്യം 1-ാം തീയതി മാറ്റിവെക്കണമെന്ന് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ പോയത്. ആ സ്ഥാനത്ത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് മോഹൻലാലിൻ്റെ അടുത്ത് ജാനുവരി 1-ാം തീയതി എന്നുള്ള ദിവസം ഇവിടെ എത്തണം എന്ന് അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായത്. അങ്ങനെ മാറ്റിവെച്ചാണ് അവിടെ ചെന്നത്, അല്ലാതെ വലിഞ്ഞു കയറി ചെന്നതൊന്നുമല്ല. സുരേഷ് ഗോപിയോട് ഒരു പ്രതിനിധി സഭയിലെ അംഗം പറയുന്നു, ഇനി ഇവിടം വരെ വന്നിട്ട് അവിടെ വരാതിരുന്നാൽ അതൊരു പ്രശ്നമാവുമോ, അങ്ങനെ ഒരു ഈഗോ ഉള്ള ആളാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഗേറ്റിനപ്പുറത്തേക്ക് കടക്കേണ്ടതില്ല എന്ന് വേണമെങ്കിൽ ആളെ വിട്ട് പറയിക്കാമായിരുന്നു. നേരത്തെ അറിയാവുന്ന സുകുമാരൻ നായർക്ക് അത് ചെയ്തില്ല. സുകുമാരൻ നായർക്ക് ഷോ കാണിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയെ അവിടെ എത്തിച്ച് സുരേഷ് ഗോപിയുടെ മേൽ ചാടിക്കയറാനുള്ള ഒരു അവസരം സുകുമാരൻ നായർ തന്നെ ഉണ്ടാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ ഈ സുരേഷ് കുമാറൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. അങ്ങനെ മനസ്സിലാക്കുന്നത് ശരിയല്ല നികേഷേ. ഇത് നമ്മളിപ്പോ സാഹചര്യങ്ങൾ കാണണം. സുരേഷ് ഗോപി പുഷ്പാർച്ചന കഴിഞ്ഞ് റോഡിലിറങ്ങുമ്പോൾ ആദ്യമായി കണ്ട NSSന്റെ ഒരാൾ ഞാനാ. സുരേഷ് ഗോപിയെ ഞാൻ കാണുന്നത് ഹാളിന് പുറത്ത് വെച്ചാ. സുരേഷ് ഗോപി ഇത് കഴിഞ്ഞ് നേരിയത് മാറ്റി ഉടുപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അവിടെ വേറെ ഒരു പ്രതിസഭാവമില്ല. എന്നോട് സുരേഷ് ഗോപി, ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറയണത്, എന്നോട് സുരേഷ് ഗോപി ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു. സുരേഷ് ഒരിക്കലും എനിക്കറിയാം, കൊച്ചിനെ എനിക്കറിയത്തില്ലേ, ഞാൻ അവിടെ ഇപ്പൊ പോകരുത്, അവിടെ പ്രതിനിധി സഭയാണ്, അവിടെ മറ്റാർക്കും കയറിക്കൂടാ, അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനകം ഈ സഭ തീരുമ്പോ ആഫീസിൽ പോയി കണ്ടാൽ മതി എന്ന് ഞാൻ പറയുമായിരുന്നു. അതിനുശേഷം എപ്പോഴാണ് ഈ വിളിച്ചോണ്ട് പോയതെന്ന് എനിക്കല്ല. അവിടെ ഞാനല്ലാതെ ഒരു സെക്യൂരിറ്റിക്കാരനും അല്ലാതെ മറ്റാരും ആ മണ്ഡപത്തിന്റെ പുറത്തില്ല. സുകുമാരൻ നായർ ആളാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ പ്രകടനമാണ്. സുരേഷ് പറഞ്ഞു, നമ്മുടെ നിർമ്മാതാവ് സുരേഷ് പറഞ്ഞു, അതായത് ഞാൻ ഒരു ചായയും കൂടെ കൊടുത്തു വിടുമെന്ന്. പക്ഷെ അവിടെ ചായ കൊടുക്കാൻ നിൽക്കില്ല, പുറത്ത് ചായ കൊടുക്കാൻ പറയാം, ഭക്ഷണം കൊടുക്കാൻ പറയാം, അതെല്ലാം ചെയ്യാം. പക്ഷെ അതിനകത്ത് ഈ പാർലമെന്റ് എന്ന് പറഞ്ഞപ്പോൾ ആരാണ്ട് നിഷേധിച്ചു. ഈ മന്നത്തോൽപ്പനാഭന്റെ വാക്കാണ് ഞാൻ പറഞ്ഞത്. ഇത് നായരുടെ പാർലമെന്റ് ആണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് കേട്ട് വളർന്നവരാ ഞങ്ങള്. ശരി, സമാധിയിൽ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കവേ അവിടെ എത്തിയിരുന്നു. അന്ന് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി NSG കമാൻഡോകൾ ബൂട്ടിട്ട് അതിൽ ചവിട്ടി എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരെ ഏതാണ്ട് വർഷങ്ങളോളം അതിനകത്തേക്ക് കയറ്റാതിരുന്നവരാണ് NSS. അന്ന് ഈ സുകുമാരൻ നായർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി മാത്രമായിരുന്നു. ശ്രീ നാരായണ പണിക്കരായിരുന്നു NSSൻ്റെ ജനറൽ സെക്രട്ടറി. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ധൈര്യം കാണിക്കാറുണ്ട്. എവിടെ കയറണം, എവിടെ കയറേണ്ട എന്നൊക്കെ അവർക്കൊരു വ്യക്തതയുണ്ട്. ആ വ്യക്തതയിൽ പെരുമാറുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം എന്ന് അല്ലാത്തവരങ്ങോട്ട് പോകണ്ട, ഇത്രയല്ലേ ഉള്ളൂ പ്രശ്നം. ഇവിടെ അതല്ല വിഷയം, രാഷ്ട്രീയമാണ്. ആരോഗ്യ കാർഷിക മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടിപ്പോൾ തൊഗാഡിയ കേരളത്തിലുണ്ട്. ഈ തൊഗാഡിയ എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ വന്ന് സെറ്റിൽ ചെയ്ത് നിൽക്കുന്നത് എന്ന് യാതൊരു പിടിയുമില്ല. അവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി പല വേദികളിൽ പങ്കെടുക്കുകയാണ്. കാർഷിക ആരോഗ്യ മേഖലകളിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു പോകുന്നു. SNDP യോഗവും വിശ്വ ഹിന്ദു പരിഷത്തും തമ്മിൽ എന്ത് ബന്ധം എന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാവും. അപ്പോൾ അവർക്ക്, അതായത് സംഘപരിവാറിന് നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിന് SNDP യോഗത്തെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. NSSനെയും പിടിക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിച്ച് നിർത്തിയിരിക്കുന്നു സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ. അതൊന്ന് ഞാൻ വ്യക്തമാക്കാം. ശ്രീനാരായണ ഗുരു കൊടുത്തൊരു സന്ദേശമുണ്ട് ഈ രാജ്യത്തിന്. ആ സന്ദേശം എന്ന് പറയുന്നത് പിന്നോക്കക്കാരുടെ ശാക്തീകരണമാണ്. അതൊരു മൂർത്ത രൂപത്തിൽ ഇന്ത്യയിൽ രൂപപ്പെട്ടത് നരേന്ദ്രമോദിയിലൂടെയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും പിന്നോക്കക്കാരെ ശാക്തീകരിക്കണമെന്ന് പറയും, ആരെയും വളർത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് പിന്നോക്കക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശത്തിൽ വിശ്വസിക്കുന്നവർ ആ നരേന്ദ്രമോദിയോട് അവർക്കൊരടുപ്പം തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ആശയപരമായിട്ടുള്ള യോജിപ്പം വരുന്നുണ്ടല്ലോ ആ രീതിയിൽ. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമല്ല. അപ്പോൾ ആ പിന്നോക്ക ശാക്തീകരണത്തെ അംഗീകരിക്കുന്നവർ മുന്നോട്ട് വരുന്നു. അതിനെ നമ്മൾ എന്തിനു എതിർക്കണം? LK അദ്വാനി സമീപകാലത്ത് എത്ര തവണ NSSൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെ അടുത്തേക്കും വന്നു. പക്ഷേ മോദിക്കാണത് കുറേ കൂടി വിജയകരമായി SNDP യോഗത്തിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. NSSനെ കിട്ടുന്നില്ല. ആ NSS കബളിപ്പിച്ച് നമ്മുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കാൻ സുരേഷ് ഗോപിയിലൂടെ നിങ്ങൾ ശ്രമിച്ചു, അത് നടന്നില്ല.
അപ്പോൾ നമ്മളിപ്പോൾ കാണേണ്ടത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കുറേയൊക്കെ സംഘപരിവാറിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സുകുമാരൻ നായരെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ സുകുമാരൻ നായരെ കബളിപ്പിച്ച് ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയിലൂടെ തങ്ങളുടെ കൂടെയാണെന്ന് വരുത്താനോ ഉള്ള BJPയുടെ അജണ്ട പരാജയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അബദ്ധം പറ്റിയെന്ന് സുരേഷ് ഗോപി പറയില്ലായിരുന്നല്ലോ. സുരേഷ് ഗോപി പറയുന്നത് അവിടെ ചെന്നപ്പോഴേ പറഞ്ഞു, അബദ്ധം പറ്റി എന്ന് പറഞ്ഞു. അത് ഇവിടെ ഷോ വേണ്ട എന്നൊക്കെ പറയാതെ ഇറങ്ങി വരികയും ചെയ്യും. അതിനുശേഷമുള്ള സുകുമാരൻ നായരുടെ പ്രസ്താവന എന്താണ്? VS രമയുടെ അടുത്ത് ചെന്നതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് രാഷ്ട്രീയ നേതാവാണോ സുരേഷ് ഗോപി? ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ മെമ്പർഷിപ്പ് ഉണ്ടോ അദ്ദേഹത്തിന്? അത് മാത്രമല്ല, കേരളം അംഗീകരിക്കുന്ന ഒരു നല്ല മനസ്സുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി. അതെല്ലാവരും അംഗീകരിക്കും. സാമൂഹ്യ കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നത്, വേദന അനുഭവിക്കുന്നവനെ നീറുന്ന ഹൃദയത്തോടു കൂടി സമീപിക്കുന്നത് എല്ലാം ഈ സമൂഹം കാണുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. ഇതുപോലെ എത്രയോ പ്രചരണങ്ങൾക്ക് വേറെ നടന്മാർ പോയിട്ടുണ്ട്. അവരുടെ ആരുടെയും തലയിൽ ഈ പാർട്ടിക്കാരനല്ല നേതാവെന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. അബദ്ധം പറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. അബദ്ധവും അഹന്തയും കൂടെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണിതെന്ന് പറഞ്ഞത്. തുടരുക. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഇതൊരു നടനാണ്, ഒരു സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റീസിന് സ്വാഭാവികമായും ഇത്തരം വേദികളിൽ ഒരു പ്രത്യേക സ്വീകാര്യത കിട്ടും. വരുമ്പോൾ സാധാരണഗതിയിൽ ആരാ എന്താണെന്ന് ചോദിക്കില്ല, പകരം വരൂ സുരേഷ് ഗോപി ഇരിക്കൂ, ചായ കുടിക്കൂ എന്ന് പറയുന്നൊരു രീതി. അതേപോലെ തന്നെ മോഹൻലാലിനെ നേരത്തെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞു കേട്ടല്ലോ, അവിടെ നേരത്തെ ജനുവരി 1-ാം തീയതി ഡേറ്റ് ബ്ലോക്ക് ചെയ്യണമെന്ന് സുകുമാരൻ നായർ തന്നെ വിളിച്ച് പറയുകയും മോഹൻലാൽ അവിടെ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. മോഹൻലാൽ സ്വാഭാവികമായും അവിടെ നിന്ന് ഒരു പുരസ്കാരം നൽകുന്നു, ആ പതക്കം വാങ്ങുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം സുകുമാരൻ നായർ സുരേഷ് ഗോപി ആ മൂമെൻറ്റിൽ വെച്ച് അപമാനിച്ചു എങ്കിൽ മോഹൻലാലിനെ തൊട്ടടുത്ത ദിവസമാണ് അപമാനിക്കാൻ അവസരം സുകുമാരൻ നായർ കിട്ടിയത്. മോഹൻലാൽ വന്നുകൊണ്ടൊന്നുമല്ല അവിടെ ആൾ വന്നത്, NSSൻ്റെ ആളാണ് എന്നൊക്കെ നിലയിൽ ഇവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, ഇവരൊരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ ആളുകൾ അവർക്ക് ചുറ്റും കൂടുന്നത്, അത് വ്യക്തിപരമായി താങ്കൾക്ക് സുകുമാരൻ നായരെ കുറേ നാളായിട്ട് അറിയാലോ, അസ്വസ്ഥനാക്കുന്നുണ്ടോ സുകുമാരൻ നായരെ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ അവിടെ സ്ഥിരമായി ഞാൻ പറഞ്ഞില്ല, എത്രയോ കാലമായിട്ട് പോകുന്നതാണ്. മോഹൻലാലിനെ പറ്റി പറഞ്ഞത് ഞാൻ കണ്ടില്ല, ഞാനിപ്പോ കേൾക്കുന്നത് ആദ്യമാണ്. പറഞ്ഞിരിക്കാം, എനിക്കില്ലെന്ന് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ പ്രശ്നം അവിടെ എന്താന്ന് വെച്ചാൽ, മോഹൻലാൽ ഇപ്പൊ അവിടെ പ്രതീതിയാന്നേ വരാമുണ്ട്. ഇപ്പൊ ഗണേശൻ സിനിമാ താരമാണ്, MLA ആണ്. ഗണേശനെ പ്രതീതിയാണ്, പത്തനാപുരം താലൂക്കിൽ നിന്നുള്ള പ്രതീതിയാണ്. കുറെ കാലമായിട്ട് ഗണേശൻ അവിടെ വരുന്നുണ്ടല്ലോ, ഈ പ്രതിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നുമല്ല, അങ്ങനെയൊന്നും നമ്മൾ താരപ്പെടുത്തും. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഗണേശൻ അങ്ങയുടെ മകനാണ്. ഗണേശൻ എങ്ങനെ ഇത്തരം ആളുകൾക്കിടയിൽ പെരുമാറണം എന്നത് സംബന്ധിച്ച് നല്ല കോഴ്സും കോച്ചിങ്ങും കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇല്ലല്ലോ സുരേഷ് ഗോപിക്കും മോഹൻലാലിനും. അതാണ് ഞാൻ പറഞ്ഞത്. നികേഷാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ യോഗത്തിൽ അനുവാദമില്ലാതെ ഒരാൾ പ്രവേശിച്ചാൽ അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ? മര്യാദപൂർവ്വം പെരുമാറണം എന്ന് മാത്രമേ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞുള്ളൂ. സുരേഷ് കുമാർ, ഇവിടെ താങ്കൾ പറഞ്ഞു നേതൃത്വം മാറണം എന്ന്. നേതൃത്വം മാറണം എന്നൊക്കെ ഒരു നായർ സമുദായാംഗം എന്ന നിലയിൽ നിന്നുകൊണ്ട് മാത്രം പറയാൻ താങ്കൾക്ക് തോന്നുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളൊരു കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? നമുക്ക് ഇനി അങ്ങോട്ട് തുടങ്ങിക്കളയാം ഇതിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന്? നമുക്കൊന്നും അങ്ങനത്തെ ഗൂഢാലോചനയും കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും നമുക്കില്ല. നമ്മൾ ഇതുപോലത്തെ ഇനിയും ഒത്തിരി സ്ഥലത്ത് വയസ്സായിരിക്കുന്ന ആൾക്കാർ കുറെ കഴിയുമ്പോഴത്തേക്ക് അവർ സെനയിലാവും, അവർക്ക് എന്ത് പറയണം എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ഇനി അതിനനുസരിച്ചുള്ള ചെറുപ്പക്കാർ വരണം, അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. ഏത് അങ്ങനെയുള്ള ആൾക്കാർ മാറി നിൽക്കണം. സുകുമാരൻ നായർ വന്നതിന് ശേഷം NSSൻ്റെ ബൈലോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിലൊരു വിമത പ്രവർത്തനമോ റബലോ വളരാത്ത വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീ സുരേഷ് കുമാറിനെ പോലുള്ളവർ NSSൻ്റെ നേതൃത്വം മാറണം എന്ന് പറഞ്ഞാലൊന്നും NSSൻ്റെ നേതൃത്വം മാറാൻ പോകുന്നില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് താങ്കൾ. പക്ഷേ ചില പൊട്ടിത്തെറി, ഇപ്പോൾ പല കരയോഗങ്ങളും പ്രമേയം പാസ്സാക്കുന്നു, പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു, എന്നിട്ട് ചങ്ങനാശ്ശേരിയിൽ പോലും പ്രകടനം നടക്കുന്നു നായന്മാരുടെ. അപ്പോൾ സുകുമാരൻ നായർക്കെതിരെ പൊട്ടിത്തെറി ഉണ്ട്, വിമതരുണ്ട്, അല്ലെങ്കിൽ ഈ ആൾ മാറണം എന്ന തോന്നൽ നായന്മാർക്കിടയിലുണ്ട് എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയേണ്ട സ്ഥലമാണ് ഇന്നലെ ഈ കൂടിയ ഫോറം. പ്രതിനിധി സഭ അല്ലെങ്കിൽ NSSന്റെ പാർലമെന്റ് എന്ന ആചാര്യൻ പറഞ്ഞ സ്ഥാപനം, അവിടത്തേക്ക് തെരഞ്ഞെടുത്ത് വരണം. ജനാധിപത്യമാണ്. സുകുമാരൻ നായരെ തെരഞ്ഞെടുത്ത ഇന്നലെ തന്നെ പ്രസിഡന്റിന്റെ കാലാവധി കഴിഞ്ഞു 3 കൊല്ലം. പ്രസിഡന്റിനെ പ്രതിനിധി സഭ തെരഞ്ഞെടുക്കായിരുന്നു.
ഇത് ജനാധിപത്യമാണ്, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഫോറമാണ്. തുടരുക. ശ്രീ ജോർജ് കുര്യൻ, ബി ജെ പി ഇന്ന് സുരേഷ് ഗോപിയെ കണ്ടതിന് ശേഷം അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് പി ജെ കുര്യനും ഉമ്മൻചാണ്ടിക്കും കെ എം മാണിക്കും ഒക്കെ അടുക്കള വരെ പോകാം, ഞങ്ങൾക്ക് പൂമുഖം വരെ പോകാനുള്ള അനുവാദമില്ല എന്നുള്ളത് നീതി നിഷേധമാണ് എന്നാണ്. ഇപ്പോൾ ബാർഗോഴ കേസിൽ കെ എം മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സുകുമാരൻ നായർ. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ നിലപാടാണ് അരുവിക്കരയിൽ പോലും സ്വീകരിച്ചിരിക്കുന്നത് എന്ന തോന്നലാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രോ യു ഡി എഫ് എന്ന നിലയിൽ NSS ഇപ്പോഴും നിൽക്കുന്നു എന്ന് ബി ജെ പിക്ക് എന്തായാലും തോന്നുന്നുണ്ട്. അതും പോരാ, ഇതിൻ്റെയൊക്കെ നേതൃത്വം മാറി ഒരു ഹിന്ദു സ്വഭാവം അതിനുണ്ടാകണമെന്നും ഹിന്ദു പാർട്ടിയായ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നും നിങ്ങൾക്ക് അതിയായ ആഗ്രഹമില്ലേ? അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലുള്ള സംഭവഗതികളായിട്ടാണ് പലരും അതിനെ കാണുന്നതും. ഒരു സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത് ആ സമുദായത്തിലെ അംഗങ്ങളാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. തീർച്ചയായിട്ടും ആ നേതൃത്വ മാറ്റത്തെപ്പറ്റി ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം, ഈ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെ, കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ആ ദുഃഖിക്കുന്നവൻ്റെ കൂടെ നിൽക്കുന്ന, അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു നടനാണ് അദ്ദേഹം. പക്ഷേ പി ജെ കുര്യൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരുപക്ഷെ ഈ സുകുമാരൻ നായർ കാരണമാണ് പി ജെ കുര്യൻ രക്ഷപ്പെടുന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ കെ എം മാണിക്കെതിരെ ആരോപണം ഉണ്ടാകുന്ന അവസരത്തിൽ കെ എം മാണിയെ രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു. എന്തുകൊണ്ട് എനിക്ക് അബദ്ധം പറ്റി എന്ന് പറയുന്ന ഒരു സമുദായ അംഗത്തെ ഇദ്ദേഹം ഇങ്ങനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നു? ശ്രീ മേജർ രവി, ഈ താരങ്ങൾ എവിടെ ചെന്നാലും ഒരു ആൾക്കൂട്ടം രൂപപ്പെടും, വലിയ തോതിൽ ആരാധനയൊക്കെ അന്തരീക്ഷത്തിലുണ്ടാകും എന്ന് വിചാരിച്ച് എവിടെയും കയറി ചെല്ലാതിരിക്കുക എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണവും ഇനി എങ്കിലും ആവശ്യമില്ലാത്തടത്ത് പോകാതിരിക്കുക, എല്ലായിടത്തും ചെന്നാലും ഒരേപോലെയാണ് എന്ന് തോന്നാതിരിക്കുക, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നതാണോ ഇതിൻ്റെ പാഠം? നികേഷ്, അത് പറഞ്ഞത് ശരിയാണ്, ഒരർത്ഥത്തിൽ ശരി തന്നെയാണ്. പാർട്ടിപരം ഒരു സംഘടനയിൽ ഇരിക്കുന്ന സമയത്ത് ഏത് പാർട്ടി ഭരിക്കുന്നു അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയരുത് ചങ്കൂറ്റമുള്ള കാതിൽ രോമമുള്ള നായന്മാരാണ് ഞങ്ങളെന്നുള്ളത്. നട്ടലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഭരിക്കണം, അല്ലാതെ എല്ലാവരുടെയും കാക്കൽ പോയി വീണിട്ടും എന്നിട്ട് ഇവരെല്ലാം ഭരിച്ചിട്ട് എത്ര NSS കോളേജുകളിലൂടെ വന്നിട്ടുണ്ട്, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, നായർ സമുദായത്തിനോ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിനോ വേണ്ടിയിട്ട് ഇവരെല്ലാം എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഒന്ന് എണ്ണി പറയട്ടെ. ഈ സമ്മേളനങ്ങളും ഇതിനകത്തുള്ള പാർലമെന്റ് ഹൗസ് മീറ്റിങ്ങുകളും അല്ലാതെ ഇത് പുറത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് ഹിന്ദു സമുദായത്തിന്? ഞാനൊരു മലബാർ നായർ ആയതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾക്ക് അവിടെ NSS എന്താണെന്ന് പോലും അറിയില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. തലപ്പത്തിരിക്കുന്ന ഈ വയസ്സാവുന്ന സമയത്ത് പലപ്പോഴും ആ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഉണ്ടത്. ഒരു 10-70 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം എന്തിനാണ് അച്ഛനമ്മമാരൊക്കെ നമുക്ക് മക്കൾക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് മാറി നിന്നിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നത്? പിന്നെ ഇവര് പറഞ്ഞല്ലോ ഞങ്ങൾ തീരുമാനിക്കുന്ന, ഇലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തീരുമാനിക്കുന്നെന്ന്. ഇവിടെ ആരാണ് ഇലക്റ്റഡ്? ഇവരായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ബൈലോസ് അവർ തന്നെ തീരുമാനിക്കുന്നു, അവരാണ് അപ്പൊ ഈ ബൈലോസ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? അതിപ്പം ബാലകൃഷ്ണപിള്ള സാറ് തന്നെ പറഞ്ഞല്ലോ, സുകുമാരൻ നായർ വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ബൈലോ ആണെന്നുള്ളത്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതുകൊണ്ടാണ് ഈ അഹങ്കാരം. എന്നും ഇത് മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയതാണ്. അത് മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയതാ, അല്ലാതെ പിന്നെ സുകുമാരൻ നായർ ഉണ്ടാക്കിയതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇല്ലാത്ത കാര്യം മേജർ രവിയെ പോലൊരു ജെന്റിൽമാൻ പറയരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് അത്ര വിവരമൊക്കെ. മേജർ രവി പറയുന്നത് മലബാർ നായരാണ് മേജർ രവി എന്നാണ്. നമ്മളൊക്കെ അത് ഫോളോ ചെയ്യുന്നെങ്കിൽ ആ ബൈലോ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണത്. അല്ല, ഈ ബൈലോയിലും നേരത്തെ ആർ ബാലകൃഷ്ണപിള്ള വസ്തുതാപരമായി ചൂണ്ടിക്കാണിച്ച ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ഈ ബൈലോ അനുസരിച്ച് പോലും എതിരുണ്ടെങ്കിൽ എതിർത്ത് മത്സരിക്കാം, ജയിക്കാം, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. സമയക്കുറവുകൊണ്ട് ചുരുക്കുന്നു. ശ്രീ മേജർ രവി, താങ്കൾ മലബാർ നായരാണെന്ന് പറഞ്ഞു, പക്ഷേ ചെവിയിൽ കൂടെയുണ്ടോ മലബാർ നായർക്കെന്നറിയില്ല. സുരേഷ് കുമാർ, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, മേജർ രവി, ജോർജ് കുര്യൻ, ഒപ്പം തന്നെ ആർ ബാലകൃഷ്ണപിള്ള, MP രാജേഷ്, എല്ലാവർക്കും നന്ദി.